ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാബാദ്. വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളെല്ലാവരെയും പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ബഹുമാനനായ സാറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും സാർ. നമ്മൾ പലപ്പോഴും പറയാറുള്ളൊരു കാര്യം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഫീഡ്ബാക്കിലൂടെ അയക്കൂ, അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ കമൻറ്റിൽ ഫേസ്ബുക്കിലൊക്കെ വരാറുണ്ട്. ചിലതൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നത് ഇതിൽ വന്ന വളരെ റെലവൻ്റായ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യകർത്താക്കൾ അതിൻ്റെ ഉത്തരങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു കാര്യം. മറ്റൊന്ന്, നമ്മൾ സമൂഹത്തിന് ആ ചോദ്യം ചോദിച്ച ആളുകൾക്ക് മാത്രമല്ല, സമാനമായ ഇഷ്യൂ ഉള്ള ആളുകൾക്കും അതെന്ത് ചെയ്യും, ഏറെ ഉപകരിക്കുമെന്നുള്ളതാണ്. ഒരു ചോദ്യം വായിക്കാമെന്ന് തോന്നുന്നു. ഒരു ഉമ്മയാണ് ഇതിൽ. എൻ്റെ 4.5 വയസ്സായ കുട്ടി ADHD ഉള്ള കുട്ടിയാണ്. ഞാനൊരു OCD രോഗിയായിരുന്നു. ചെറുപ്പത്തിൽ ഞാൻ അവനെ ഒരുപാട് തല്ലിയിട്ടുണ്ട്, ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവക്കാരിയാണ്. അവനെ വഴക്ക് പറഞ്ഞതിലും അടിച്ചതിലും ഒരുപാട് ഖേദിച്ച് കരഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്വഭാവം മാറാൻ ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ സ്വഭാവം അവൻ്റെ സ്വഭാവത്തിലും പ്രകടമാണ്. അത് മാറ്റിയെടുക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നാണ് ഒരു സഹോദരി ചോദിച്ചിട്ടുള്ളത്. ബിസ്മില്ല. ഇവിടെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് സഹോദരി ചോദിച്ചിരിക്കുന്നത്. 4.5 വയസ്സുള്ള സഹോദരിയുടെ കുട്ടി, അവരുടെ പാരൻറ്റിങ്ങിൽ വന്ന ഒരു വീഴ്ച, ഒരു പോരായ്മയാണ് അവരെ കൂടുതൽ ദുഃഖിപ്പിക്കുന്നത്. ഒന്ന്, അവർ ഒരു OCD പേഷ്യൻ്റാണ്. 2, തൻ്റെ കുട്ടി ഹൈപ്പർ ആക്റ്റീവായ അറ്റൻഷൻ ഡെഫിസിറ്റുള്ള ADHD ഉള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ 2 ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ഒന്ന് ADHD ആണ്, രണ്ടാമത്തെ OCD ആണ്. OCD എന്ന് പറഞ്ഞാൽ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. സാധാരണ നമ്മൾ മലയാളത്തിൽ അതിന് പറയുന്ന ഒരു വാക്ക് വസ്വാസ്. അതായത് ഒരു ചെയ്യുന്ന ഒരു കാര്യം ആവർത്തിച്ച് ചെയ്യാനുള്ള ഒരു ത്വര, ആ ഒരു ഒബ്സഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറഞ്ഞു കിട്ടാൻ വേണ്ടി നമ്മുടെ മനസ്സിൽ ഒരു ഉത്കണ്ഠ രൂപപ്പെടും. അതായത് ഒരു ഡിസോർഡർ ആണല്ലോ അത്. ഒരു ഉദാഹരണം, ഒരാൾ വുളു എടുക്കുകയാണെങ്കിൽ, വുളു എടുക്കുമ്പോൾ ആ വുളു ശരിയായിട്ടുണ്ടോ, അതിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അത് സ്വീകാര്യമാകുമോ എന്നുള്ളൊരു ആങ്സൈറ്റി അതിൻ്റെ പിന്നിലുണ്ട്. സ്വാഭാവികമായിട്ട് വുളു പൂർത്തീകരിക്കപ്പെടില്ല. കുളിക്കുന്ന ഒരാൾ വൃത്തിയായിട്ടുണ്ടോ, അപ്പോൾ മണിക്കൂറുകളോളം ഒരുപാട് വെള്ളം ചിലവഴിച്ച് റൂമിൽ ടോയ്ലറ്റിൽ കയറി അയാൾ കുളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു രോഗാവസ്ഥയാണ് സഹോദരിക്ക് ഉള്ളത്. അപ്പോൾ ആ രോഗാവസ്ഥ രോഗമാണ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. അതിന് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് സഹോദരിക്ക് ആദ്യം കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ദീനീപരമായ കുറേ നിർദ്ദേശങ്ങളും ഒപ്പം മെഡിക്കേഷനും സൈക്കോതെറാപ്പിയും, CBT എന്ന് പറയും, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലെയുള്ള ചികിത്സാ രീതികൾ ഇന്ന് വളരെ കൃത്യമായി ഇത്തരം രോഗങ്ങൾക്ക് ചികിത്സയായിട്ടുണ്ട്. അത് പ്രാപ്യമാക്കുക, അല്ലെങ്കിൽ അതിന് വിധേയമാവുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം. സ്വാഭാവികമായി നമ്മുടെ മാനസികാരോഗ്യത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ഗർഭധാരണം നിർവഹിക്കപ്പെടുന്ന ഘട്ടത്തിൽ ആ ഗർഭധാരണ സമയത്ത് തന്നെ ആ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥ കുഞ്ഞിനെയും ബാധിക്കും. കാരണം നമ്മൾ അനുഭവിക്കുന്ന മാനസികാരോഗ്യവും മാനസികാവസ്ഥയും നമ്മുടെ കുട്ടിക്ക് കൂടിയുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഭർത്താവും ഭാര്യയും തമ്മിൽ എപ്പോഴും കലഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഒരു കുട്ടി വളരുന്നതെങ്കിൽ, സ്വാഭാവികമായിട്ടും അവിടെ ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള, അറ്റൻഷൻ ഡെഫിസിറ്റുള്ള, ADHD ഉള്ള ഒരു കുട്ടി ജനിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം സമാധാന അന്തരീക്ഷത്തിൽ വളരേണ്ട ഒരു കുട്ടിയാണ് കലുഷിതമായ ഒരു സാഹചര്യത്തിൽ ഗർഭപാത്രത്തിൽ ജന്മം കൊള്ളുന്നത്. സ്വാഭാവികമായിട്ട് ഒരു ഉമ്മ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കത്തിൻ്റെ ഒരു വലിയ അളവ് ആ കുട്ടിയിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുന്നു. ഇന്ന് ശാസ്ത്രീയമായ പഠനങ്ങൾ സൈക്കോളജിക്കൽ റീസൺസ് യഥാർത്ഥത്തിൽ ഇത്തരം ഫിസിക്കൽ ഇൽനെസ്സിലേക്ക് എത്തിക്കുന്നുണ്ട് എന്ന്
പഠനങ്ങൾ തെളിയിക്കുകയാണ്. ഇതുവരെ അത്തരം പഠനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് പുറത്തുവിടാൻ വേണ്ടത്ര ആളുകൾ തയ്യാറായിട്ടുണ്ടായില്ല. ഇപ്പോൾ ആൾമോസ്റ്റ് ആൾ ഡിസീസസ് ആർ സൈക്കോസൊമാറ്റിക്. മിക്ക രോഗങ്ങളുടെയും ബേസിക് റീസൺ സൈക്കോസൊമാറ്റിക് ആണ് എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ റീസൺസിൻ്റെ പിൻബലത്തോടു കൂടിയാണ് പല ശാരീരിക രോഗങ്ങളും പുറത്തു വരുന്നത് എന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സഹോദരി ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ തെറ്റ് അല്ലെങ്കിൽ അബദ്ധം സ്വയം തിരിച്ചറിയുകയും അത് കുട്ടിയിലൊരു പ്രശ്നമായി മാറിയപ്പോൾ അത് എങ്ങനെ ഞാൻ പരിഹരിക്കും, കാരണം ഒരുപാട് ഞാൻ കുട്ടിയെ തല്ലിയിട്ടുണ്ട്, വേണ്ടാത്ത ശിക്ഷകൾ നൽകിയിട്ടുണ്ട്, ഇതൊക്കെ തൻ്റെ ദേഷ്യം കൊണ്ട് ചെയ്തു പോയതാണ്. അപ്പോൾ ജനിതകപരമായ കുറേ കാരണങ്ങൾ അതുകൊണ്ട് ADHD ഉണ്ടാവാം. ഇപ്പോൾ വൈ ദർ ഈസ് ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്ത് എന്ന് കൃത്യമായിട്ട് ഇന്നും തെളിയിക്കപ്പെട്ടിട്ടൊന്നുമില്ല. എന്നാൽ ദർ ആർ സർട്ടൻ അസംഷൻസ് ഉണ്ട്. എന്താണ് അനുമാനങ്ങൾ? അതിലൊന്ന് ജനിതകപരമായ കാരണങ്ങളാണ്, അല്ലെങ്കിൽ ഒരു കുട്ടി ജന്മമെടുക്കാൻ ഉണ്ടായ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ആ സമയത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ അതിൻ്റെ കാരണമാവാം. എനിവേ നമുക്ക് പറയാനുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയുള്ള ഫർദർ ഡാമേജ് എങ്ങനെ ലഘൂകരിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്ന്, നമ്മുടെ ഭാഗത്തു നിന്ന് സംഭവിച്ച പോരായ്മകളും അബദ്ധങ്ങളും കുട്ടികൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ അവരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ സാധാരണ നല്ല രക്ഷിതാക്കളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അതൊരു പരിഹാരം തന്നെയാണ്. രണ്ടാമത്തെ സംഗതി, സഹോദരി എത്രയും പെട്ടെന്ന് സ്വന്തം രോഗാവസ്ഥക്ക് ഏറ്റവും നല്ല ഒരു ചികിത്സ തേടുക എന്നുള്ളതാണ് രണ്ടാമത്തെ പരിഹാരം. മൂന്നാമത്തത്, ഇത്തരം അറ്റൻഷൻ ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി, അതായത് ഒരു എടുത്തുചാട്ടം, അതാണ് ഹൈപ്പർ ആക്റ്റീവ് ആകുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന സാധാരണ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ശ്രദ്ധ കുറവ് ഉണ്ടാവുക, നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും കുട്ടി കൃത്യമായിട്ട് ശ്രദ്ധിക്കില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ശ്രദ്ധ മാറിപ്പോവുക, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ പോലും മറന്നു പോവുക. നമുക്ക് നിസ്സാരമായി തോന്നുന്ന കാര്യങ്ങൾ പോലും ഇത്തരം കുട്ടികൾ പെട്ടെന്ന് മറക്കുന്നു. അല്ലെങ്കിൽ ഒരു കാര്യം കൃത്യമായി ഓർഗനൈസ് ചെയ്യാനുള്ള കഴിവ് ഈ കുട്ടികൾക്ക് ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ആ കുട്ടികളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാൻ അവർക്ക് സാധിക്കില്ല. അതുപോലെ ശാന്തമായിട്ടിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വിദ്യാർത്ഥി, അവരുടെ കുട്ടിയെ സംബന്ധിച്ച് ആദ്യമൊക്കെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിരുന്നു, അപ്പോഴൊക്കെ ശാന്തമായിരുന്നു. ഇപ്പോൾ വീണ്ടും വല്ലാതെ ഹൈപ്പർ ആക്റ്റീവായിട്ട് ക്ലാസ്സിൽ ഭയങ്കര പ്രശ്നമാണ്, അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് കൃത്യമായിട്ട് അതിനുള്ള ആളുടെ അടുത്തേക്ക് ഡയറക്റ്റ് ചെയ്തു. ഞാൻ പറയുന്നത്, ക്ലാസ്സിൽ അടങ്ങിയിരിക്കാതിരിക്കുക. വീട്ടിലാണെങ്കിലും പ്രശ്നങ്ങൾ ആയിരിക്കും. കാരണം മറ്റു കുടുംബാംഗങ്ങൾക്കിടയിൽ ഈ കുട്ടി ഉണ്ടാവുമ്പോൾ, പ്രത്യേകിച്ച് മുതിർന്ന പാരൻസ്, വളരെ പ്രായം ചെന്ന പാരൻസൊക്കെ ആകുമ്പോൾ അവർക്ക് ക്ഷമ പൊതുവെ കുറഞ്ഞിരിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തുള്ള കുട്ടികളെ ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും അവർക്കുണ്ടാവില്ല. അപ്പോൾ ഈ കുട്ടികൾ കാണിക്കുന്ന ചില പ്രകടനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ശാന്തമായിട്ടിരിക്കാൻ പറ്റില്ല. അതുപോലെ സംസാരിക്കുകയാണെങ്കിൽ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുക, ഹൈപ്പർ ആക്റ്റീവ് ആണല്ലോ. അതുപോലെ തന്നെ ഒരിടത്ത് ഇരിക്കൂല, ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാരൻസ് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഓരങ്ങോട്ട് ക്ഷീണിക്കുക എന്നുള്ളതല്ലാതെ അവരൊരിക്കലും അവരുടെ ഓട്ടം നിർത്താൻ പോകുന്നില്ല. അതുപോലെ എപ്പോഴും ഒരു തരം ഇറിറ്റബിൾ ബിഹേവിയർ ആയിരിക്കും, അസ്വസ്ഥത, പൊട്ടിത്തെറിച്ചുകൊണ്ട് അരിപിരി തഞ്ചാരെന്നൊക്കെ പറയും നമ്മളെ നാട്ടിൽ. ഒരു തരം ഒരു അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ആ സംസാരത്തിൽ ഇടക്ക് കയറി സംസാരിക്കുക, സംസാരം മുഴുവൻ കേൾക്കില്ല, അതിന് മുമ്പ് തന്നെ ഉത്തരം പറയുക. അതുപോലെ അപകട സാധ്യതകൾ മനസ്സിലാക്കാതെ പെരുമാറുക. ഇതൊക്കെ ADHD ഉള്ള കുട്ടികളുടെ സ്വഭാവങ്ങളാണ്. സ്വാഭാവികമായിട്ട് OCD ഉള്ള ഒരു പേഷ്യൻ്റ് കൂടിയാവുമ്പോൾ ഇവർക്കിത് ഉൾക്കൊള്ളുന്നതിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ സഹോദരി ചെയ്തു പോയ കാര്യത്തിന് ബോധ്യം ഉണ്ടായി എന്നുള്ളത് തന്നെ അള്ളാഹിൻ്റെ അടുത്തുനിന്ന് വലിയ കാരുണ്യം ലഭിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ തൗബ ചെയ്യുക, അള്ളാഹുവോട് ഖേദിച്ചു മടങ്ങുക,
രോഗം മാറാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ചികിത്സ തേടുക. പിന്നെ ഇതൊക്കെയാണ് പരിഹാരം. അല്ലാതെ ഖളാഇനെയും ഖദറിനെയും മാറ്റിമറിക്കാൻ നമുക്കാർക്കും ആവില്ലല്ലോ. ഏതായാലും ജീവിതത്തിൽ ഇങ്ങനെയുള്ളൊരു സാഹചര്യം വന്ന് ഭവിക്കുന്നതിൽ ചിലപ്പോൾ നമ്മുടേതായ കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അതെന്തെന്ന് നമ്മൾ പരിശോധന നടത്തിയിട്ട് നമ്മൾ തിരുത്തുക എന്നുള്ളതാണ്. പിന്നെ ഭർത്താവിൻ്റെ ചില ഘടകങ്ങൾ കൂടി ഇത്തരം ദാമ്പത്യ ജീവിതത്തിൽ മക്കളിലൊക്കെ ഇത്തരം സ്വഭാവങ്ങൾ രൂപീകരിക്കപ്പെടാൻ കാരണമായേക്കാം. അവിടെ ഭർത്താവിൻ്റെ ഇടപെടൽ കൂടി അദ്ദേഹം ബോധവൽക്കരിക്കപ്പെടുക എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒന്നിച്ചുള്ള ഒരു ചികിത്സാ രീതി കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഉമ്മ മാത്രമല്ലല്ലോ, ബാപ്പ കൂടി ഇതിൽ ഉത്തരവാദിയാണ്. അപ്പോൾ രണ്ടുപേരും സംയോജിതമായിട്ട് കൂട്ടുത്തരവാദിത്തമായിട്ട് മകൻ്റെ അല്ലെങ്കിൽ മകളുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരുങ്ങുക എന്നുള്ളതായിരിക്കും ഏറ്റവും നല്ല ഒരു ചികിത്സ. ഇത്തരം സാഹചര്യത്തിൽ സാധാരണ നമ്മൾ കണ്ടുവരാറുള്ള സംഭവം ADHD പോലെയുള്ള അല്ലെങ്കിൽ ലേണിംഗ് ഡിസേബിലിറ്റി പോലെയുള്ള അല്ലെങ്കിൽ MR പോലെയുള്ള കുട്ടികളാണെങ്കിൽ ആ കുട്ടികളെ ആ ഒരു അവസ്ഥ ഇപ്പോൾ ഈ സഹോദരി എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ മോനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. മറ്റു ചില ആളുകൾ തൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ തങ്ങളുടെ കുട്ടികൾക്ക് ഇതുപോലുള്ള ഒരു അവസ്ഥയുണ്ട് എന്നറിയാതെ ആ കുട്ടികളെ വീണ്ടും നിരന്തരം കുറ്റപ്പെടുത്തുകയോ നിരന്തരം ആക്ഷേപിക്കുകയോ പണിഷ്മെൻറ്റുകൾ നൽകുകയോ ചെയ്യുന്ന കാഴ്ച. എന്നിട്ട് അവസാനമായിരിക്കും എന്ത് ചെയ്യുന്നറിയോ, ഈ കുട്ടിക്ക് ഇങ്ങനെയുള്ള പ്രയാസമുണ്ട്, എന്നിട്ട് അവസാനം അത് ഉൾക്കൊള്ളാൻ പറ്റാതെ ആകെ സങ്കടം. ഇതിപ്പോൾ ഇവിടേക്ക് ഉമ്മ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായി അവരുടെ കാര്യത്തിനെക്കുറിച്ച് ഒബ്സർവ് ചെയ്യുകയും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അഥവാ ഒരു OCD രോഗിയാണ് അവർ, മോന് ADHD ഉണ്ട് എന്നവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഇനി അവർക്ക് ചെയ്യാനുള്ളൊരു കാര്യം അതിനുള്ള വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുക എന്നുള്ളതാണ്. ഇന്ന് സാറേ നമ്മൾ പണ്ടത്തെ കാലം പോലെ അല്ല ഇപ്പോൾ. ഒരുപാട് ആധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ റീഹാബിലിറ്റേഷൻ മേഖലയിലുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് ഇല്ലെങ്കിൽ പോലും മറ്റ് രാജ്യങ്ങളിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടിയൊക്കെ നമ്മൾ അന്വേഷണം നടത്തുകയാണെങ്കിൽ റീഹാബിലിറ്റേഷൻ രംഗത്ത്, പുനരധിവാസ രംഗത്ത് ഒരുപാട് സാധ്യതകളുണ്ട്. അത്തരം ചികിത്സാ രീതികളുണ്ട്. അത് നേടുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം. പിന്നെ പൊതുവെ ഈ ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളോട് നമ്മുടെ സമൂഹം സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ട്. അത് വളരെ പരിതാപകരമാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാത്രം അവിടെ ജീവിച്ചാൽ മതി. 5-10% വരുന്ന കുട്ടികൾ അവർ മാനസികമായ വെല്ലുവിളികൾ നേരിടുന്നവരാണ്, ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവരാണ്, ശാരീരികമായ വെല്ലുവിളികൾ നേരിടുന്നവരാണ്. കാഴ്ചക്കുറവുള്ളവരുണ്ട്, കേൾവിക്കുറവുള്ളവരുണ്ട്, അസ്ഥിവൈകല്യമുള്ളവരുണ്ട്, നേത്രവൈകല്യമുള്ളവരുണ്ട്, പല വൈകല്യങ്ങളും. അതൊന്നും അവർ ചെയ്ത തെറ്റുകൊണ്ട് സംഭവിച്ചതല്ല, അത് നമുക്ക് കൂടി പരീക്ഷണമാണ്. യഥാർത്ഥത്തിൽ അവർ നിഷ്കളങ്കരാണ്. അപ്പോൾ ആ കുട്ടികളെ പൊതുധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ധർമ്മം കൂടിയാണ്. അങ്ങനെയുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന പ്രയാസത്തിൻ്റെ ആഴം പലപ്പോഴും നോർമൽ കുട്ടികളുടെ രക്ഷിതാക്കൾക്കറിയില്ല. അത്രമാത്രം ഭീകരമായിട്ടുള്ള മാനസികാവസ്ഥയാണ് ഇത്തരം രക്ഷിതാക്കൾ, പ്രത്യേകിച്ച് ഉമ്മമാർ അല്ലേ. മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടികൾ ഒരാൾക്കുണ്ടെന്ന് വിചാരിക്കുക. ജീവിതകാലം മുഴുവൻ ആ കുട്ടി മരണപ്പെടുന്നത് വരെ അല്ലെങ്കിൽ ഈ ഉമ്മ മരണപ്പെടുന്നത് വരെ അവർക്ക് ഏറ്റവും വലിയ പരീക്ഷണമാണത്. അവരോടൊരു എംപത്തറ്റിക് അപ്രോച്ച്, സഹാനുഭൂതിയോടുകൂടിയുള്ള പെരുമാറ്റം കുടുംബങ്ങളിൽ പോലുമില്ല. അവരെ കുറ്റപ്പെടുത്തുന്ന, അവരുടെ തെറ്റുകൾ പർവ്വതീകരിക്കുന്ന, അവരോട് വളരെ പരുഷമായി പെരുമാറുന്ന, അവരോട് ഒരു സഹാനുഭൂതി പ്രകടിപ്പിക്കാത്ത സാഹചര്യം ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് കല്യാണത്തിലെത്താൻ പറ്റുന്നില്ല, സൽക്കാരങ്ങളിലെത്താൻ പറ്റുന്നില്ല. അവർക്കും അവരുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ മക്കൾ കാരണം അവർ പരിഹസിക്കപ്പെടുന്നു. മക്കളെ കൊണ്ടുപോയി ജീവിക്കുന്ന സന്ദർഭത്തിൽ ആ മക്കൾ ഒരു നോക്കുകുത്തികളായി മാറുന്നു അല്ലേ. ഒന്നുകിൽ അവരോട് കൂടുതൽ സിമ്പതി പ്രകടിപ്പിക്കുന്നു. അതൊരിക്കലും അവർ ഇഷ്ടപ്പെടുന്നില്ല. ഈ മക്കളും നമ്മുടെ കൂടെ ജീവിക്കേണ്ടവരാണ്. ഇപ്പോൾ ഒരു ഹദീസിൽ ഞാൻ മനസ്സിലാക്കിയത്, അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഭക്ഷണം നൽകുന്നത്, നമുക്ക് ഉപജീവനം നൽകുന്നത് ഇവിടെയുള്ള പാവപ്പെട്ടവരുടെ കാരണം കൊണ്ടാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു തത്വം, വൈകല്യമുള്ള ബുദ്ധിപരമായ ചാലഞ്ചുകൾ നേരിടുന്ന ഇത്തരം കുട്ടികൾ കാരണമായിരിക്കാം നമ്മളൊക്കെ മര്യാദക്ക് ഇവിടെ എണീറ്റ് നടക്കുന്നത്. അവരൊക്കെ കാരുണ്യത്തിൻ്റെ
ചിറകിലാണ്, അള്ളാഹിൻ്റെ കാരുണ്യത്തിൻ്റെ ചിറകിലാണ് അവരുള്ളത്. അത്രമാത്രം അവർ അള്ളാഹുവിൻ്റെ കാരുണ്യം അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അത് ഉൾക്കൊള്ളാനുള്ള ഒരു ഹൃദയവിശാലത നമുക്കില്ലാതെ പോയി. സർക്കാർ സംവിധാനങ്ങൾ പോലും പറയാതിരിക്കാൻ വയ്യ. കാരണം അവർക്ക് അനുവദിക്കപ്പെട്ട ഒരുപാട് സഹായങ്ങളുണ്ട്, സ്കോളർഷിപ്പുകളുണ്ട്. അത് അനുവദിക്കുന്നതിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ വീഴ്ച വരുത്തുന്നുണ്ട്. അത് അനുവദിക്കാതിരിക്കുന്നു. ഇപ്പോൾ സാമ്പത്തികമായി ഭദ്രതയുള്ള ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ സ്വയം ഏറ്റെടുത്ത് കൊണ്ടുപോകാൻ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവണമെന്നില്ല. എന്നാൽ ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, ഈ മക്കൾ കാരണം ജോലിക്ക് പോകാൻ അവർക്ക് പറ്റുന്നില്ല. 24 മണിക്കൂറും ഈ കുട്ടിയെ പരിചരിക്കേണ്ട ഉത്തരവാദിത്തം, അവർക്ക് വേണ്ട ഭക്ഷണം, അവർക്ക് വേണ്ടിയുള്ള പാർപ്പിടം, അവർക്ക് വേണ്ടിയുള്ള വാഹനം, അവരുടെ സുരക്ഷിതത്വം. ബുദ്ധിമാന്യമുള്ള, ബുദ്ധിവൈകല്യമുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടി അബ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ പെൺകുട്ടി ആ വീട്ടിലുള്ളത് കൊണ്ട് ഈ ഉമ്മക്കൊരു ജോലിക്ക് പോകാൻ പറ്റില്ല. സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഇല്ലാത്ത പല കുടുംബങ്ങളിലും പട്ടിണിയാണ്. ഇപ്പോൾ സർക്കാർ ഗ്രാൻറ്റുകൾ, ഒരു മാസത്തിൽ കിട്ടേണ്ട ഗ്രാൻറ്റ് അത് സമയം തെറ്റിയിട്ടാണ് പലപ്പോഴും കിട്ടുന്നത്. അവർക്ക് മുന്തിയ പരിഗണന കൊടുക്കേണ്ട സർക്കാരുകൾ പോലും അതിൽ അവഗണനയാണ് കാണിക്കുന്നത്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് അല്ലേ. ദുർബലരെ പരിഗണിക്കുക എന്നുള്ളത് മനുഷ്യത്വത്തിൻ്റെ ഭാഗമല്ലേ. അവർ ഇത് ചോദിച്ചു വരണമെന്നില്ല, ചോദിക്കാതെ തന്നെ അവരെ വീടുകളിൽ, പ്രത്യേകിച്ച് അവരുടെ ഉമ്മമാരെ ആദരിക്കേണ്ടതുണ്ട്, റെസ്പെക്റ്റ് ചെയ്യേണ്ടതുണ്ട്, അവർക്ക് അർഹമായ സ്ഥാനങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. അവർക്ക് കൊടുക്കുന്ന ഇത്തരം ആശ്വാസങ്ങൾ, ആശ്വാസകിരൺ എന്നൊക്കെ പറയുന്ന പേരിലൊക്കെ സഹായങ്ങളുണ്ട്. പക്ഷെ ആ കിരണമൊക്കെ അവർക്ക് കിട്ടുന്നതിൽ ഉദാസീനത കാണിക്കുന്നതിൽ ഉദ്യോഗസ്ഥന്മാരുടെ റോളുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമ്മളുടെ ഇടപെടൽ വരണം. കാരണം ഇക്കാലത്ത്, വളരെ അടുത്ത കാലത്ത് മാത്രമാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനും ഇൻറ്റിഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ദി ഡിസേബിൾഡ്, ഇവിടെയൊക്കെ ജോലിക്കാരെ നിയമിച്ചിട്ടുണ്ട്. ആ ജോലിക്കാരെ സ്ഥിരപ്പെടുത്തിയിട്ട് പോലുമില്ല. പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ സ്ഥിരപ്പെടുത്താൻ പോലും സർക്കാരിന് ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണം അവരിന്നും ആ രൂപത്തിലാണ് അവരെ കാണുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ എല്ലാ അർത്ഥത്തിലും അവഗണിക്കപ്പെട്ട ഒരു വിഭാഗമായിട്ട് ഈ ഡിസേബിൾഡ് ചിൽഡ്രൻ, വൈകല്യം ബാധിച്ച കുട്ടികൾ മാറുന്നുണ്ട്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും അവർക്ക് പഠിക്കാനുള്ള, അവരെ പഠിപ്പിക്കാനുള്ള അധ്യാപകർ, സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിയ ആളുകൾ, അവരോടൊക്കെയുള്ള നിലപാടുകൾ എങ്ങനെയാണെന്നുള്ളതൊന്ന് പുനർവിചിന്തനം നടത്തേണ്ട സമയം കൂടിയാണിതെന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ സർ, ഏതാനും 2 ആഴ്ചകൾക്ക് മുമ്പ് ഒരു ഡോക്ടറുമായിട്ടുള്ള ഒരു ലൈവ് പ്രോഗ്രാമിൽ, പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാമിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഒരു സഹോദരി തൻ്റെ 2 വൈകല്യമുള്ള കുട്ടികളെക്കുറിച്ച് പറയണം. ഒരുപാട് നേരം അവർ ലൈവിൽ ചോദിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സമയം അവർ ചോദിച്ചു. അത് കഴിഞ്ഞ് അവസാനം അവർ പറയുന്നത് എന്തറിയോ, എനിക്ക് അറിയാം, എനിക്ക് വിളിക്കുമ്പോൾ ഇതിനൊരു പരിഹാരം ലഭിക്കുകയില്ലെന്ന്. പക്ഷേ നിങ്ങൾ, പ്രിയപ്പെട്ട ഡോക്ടറെ, നിങ്ങൾ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ടോ, നിങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ സഹോദരി നിൽക്കുന്നത്. അതോ ഒരു ഭിന്നശേഷിക്കാരായ 2 കുട്ടികളുണ്ടായ ഒരു മാതാവിൻ്റെ ഒരു സങ്കടം, ആ സങ്കടം ഇറക്കി വെക്കാനുള്ള വേദികൾ പോലും പലപ്പോഴും ഇല്ല എന്നുള്ളതാണ് അവരെ സങ്കടപ്പെടുന്ന കാര്യം. അപ്പം അങ്ങനെയുള്ള, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു കല്യാണ വീട്ടിലോ സൽക്കാര വീട്ടിലോ ഈവൻ മരണ വീടുകളിലേക്ക് പോകാൻ പോലും പലപ്പോഴും അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിലൊക്കെ കൂടെ കുറച്ചൊക്കെ പരിഗണനയും ശ്രദ്ധയൊക്കെ കൊടുക്കാൻ എല്ലാവർക്കും സാധിക്കണം. അത് ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന മറ്റൊരു കാര്യം, പലപ്പോഴും ചില കാര്യങ്ങൾ ഇങ്ങനെ ചേർത്ത് വരുന്നു. ഒരു അമ്മ, ആ അമ്മക്കൊരു വൈകല്യമുള്ള, ജന്മന ശാരീരികമായ വൈകല്യമുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ഇവൻ തൻ്റെ കൂട്ടുകാരോടൊപ്പം പോയി പന്ത് കളിക്കുന്നു, മറ്റുള്ളവർ കാലുകൊണ്ട് കളിക്കുമ്പോൾ ഇവൻ എന്ത് ചെയ്യണം, കൈ കൊണ്ടാണ് ഇവരോട് ഓടി നടക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒരു പ്രാവശ്യം ഒരു മീഡിയയിൽ, ഒരു മാധ്യമത്തിൽ വന്ന സമയത്ത് ആ അമ്മേൻ്റെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യാണ്, ഒരു ഇൻ്റർവ്യൂ എടുക്കുകയാണ്. ഒരു പ്രമുഖ മീഡിയ പ്രവർത്തകർ തന്നെ വന്നിട്ട് ആ അമ്മനോട് ചോദിക്കുക, നിങ്ങളുടെ മകന് ഇത്ര പ്രായമായില്ലേ, എന്തൊക്കെ പ്രയാസങ്ങൾ. ഉടനെ ആദ്യം തന്നെ അമ്മ പറയേണ്ട ഒരു കാര്യം എന്താണോ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ തെറ്റ് ചെയ്തത് കൊണ്ടാണോ എനിക്കിങ്ങനെ ഒരു കുഞ്ഞ് കിട്ടിയതെന്ന് പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവർ ചോദിക്കുന്ന ചോദ്യത്തിന് ആദ്യമായിട്ട് മറുപടി പറയണത്, ഞാനൊരു തെറ്റും എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താ അറിയോ, രക്ഷിതാക്കൾ ചെയ്യുന്ന തെറ്റുകൾ കൊണ്ടാണ് അവർക്ക് വൈകല്യമുള്ള കുട്ടികൾ ഉണ്ടാവുന്നത് എന്ന് പോലും, അല്ലേ, ആ ഒരു അമ്മ പറഞ്ഞ മറുപടിയിൽ നിന്നാണ് നമ്മൾ പോലും
പടച്ചോനെ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടോയെന്ന് വിചാരിക്കണത്. അവിടെ ആ എനിക്ക് ആ ഇടപെടാനുള്ളത്, നിങ്ങൾ ചോദിച്ച ഈ ചോദ്യം വളരെ റെലവൻ്റ് ആണ്, വളരെ പ്രസക്തമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, വൈകല്യം അതിജീവിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ അവരെ പോറ്റി വളർത്തുന്ന സ്നേഹനിധികളായ രക്ഷിതാക്കൾ, അവരുടെ മാനസികാവസ്ഥ സാധാരണക്കാരായ നമ്മൾ അറിയണം. 2, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, രോഗങ്ങൾ അല്ലെങ്കിൽ വൈകല്യങ്ങൾ, ഇതൊന്നും നമ്മൾ ചെയ്ത തെറ്റുകൊണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ആവാം. അപ്പോൾ നമ്മൾ ചെയ്ത തെറ്റുകൾ കൊണ്ടും സംഭവിക്കാം, എന്നാൽ അതാവണം എന്നില്ല. ഇവിടെ നമ്മൾ ഒരു പോസിറ്റീവ് ആംഗിളിൽ കൂടി അതിനെ കാണേണ്ടത്. കാരണം സാധാരണ കഴിവുകളുള്ള എല്ലാ ശരീര അവയവങ്ങളും കൃത്യമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവർ പരീക്ഷണമാണ്. കാരണം നമുക്ക് കണ്ണുണ്ട്, കാതുണ്ട്, ഹൃദയമുണ്ട്, കൈകാലുകളുണ്ട്, ബുദ്ധിശക്തിയുണ്ട്, വിവേകമുണ്ട്. അപ്പോൾ നമുക്കുള്ള ഉത്തരവാദിത്തം കൂടുതലാണ്. എനിക്ക് ഒരു വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ പവർ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അത് അവതരിപ്പിക്കാനുള്ള പ്രസൻറ്റേഷൻ സ്കിൽ, ഇതൊക്കെ അല്ല എനിക്ക് തന്നു. അപ്പോൾ അല്ല എന്നോട് ചോദിക്കും, ഇവർക്ക് വേണ്ടി നീ എന്ത് സംസാരിച്ചു? നിനക്ക് വൈകല്യമുള്ള കുട്ടിയെ തന്നില്ലേ? ഈ കുട്ടികളുടെ കാര്യം പൊതുസമൂഹത്തോട് സംസാരിക്കാനുള്ള വേദി ഉണ്ടായിട്ട് നീ സംസാരിച്ചോ? അപ്പോൾ ആ ഒരു ഉത്തരവാദിത്തം കൂടിയാണ് ഞാൻ നിർവഹിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള മക്കളെ തന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കാനുള്ള അവസരം കൂടിയാണിത്. കാരണം അവർക്ക് വേണ്ടി വേറെ ആരും സംസാരിക്കില്ല. അവരുടെ വേദനകൾ അറിയുന്ന ഒരാൾക്ക് മാത്രമേ അവർക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് സമൂഹം മനസ്സിലാക്കണം. എല്ലാവരും ഒരു തരം ഹാലങ്ങനെ ഓടുകയാണ്. സ്വന്തം കാര്യം സിന്ദാബാദാണ്. നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ളവരുടെ കാര്യം കൂടി നമ്മൾ ഉൾക്കൊള്ളണം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരും. അപ്പോൾ മറ്റുള്ളവരുടെ അവകാശങ്ങൾക്കും പ്രയാസങ്ങൾ മാറ്റാനും വേണ്ടി എത്രത്തോളം സമയം നമ്മൾ നീക്കി വെക്കുന്നുണ്ടോ അത്രത്തോളം അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ചൊരിഞ്ഞു തരുമെന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ഇതുപോലെ എല്ലാവരും ചിന്തിച്ചാൽ മതി അല്ലേ? ഇപ്പോൾ വൈകല്യം ബാധിച്ച കുട്ടികളെ പുനരധിവസിപ്പിക്കാനുള്ള ചികിത്സാ സംവിധാനങ്ങൾ കേരളത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. ഈ അടുത്ത കാലത്ത് മാത്രമാണ് നമ്മുടെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് പോലും അത്തരത്തിലുള്ള റീഹാബിലിറ്റേഷൻ സ്ഥാപനങ്ങൾ തുടങ്ങാൻ വേണ്ടി 5 ഹെക്ടർ ഭൂമി പോലും ഏറ്റെടുത്തിട്ട് തുടങ്ങിയിട്ടുള്ളത്. എല്ലാം നേരം വെളുക്കുന്ന കുറേ കഴിഞ്ഞിട്ടാണ്. സർക്കാരിൻ്റെ ഫണ്ടുണ്ട് ഇതിന്. PWD ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്. പലപ്പോഴും ഉദ്യോഗസ്ഥന്മാർ അത് അവരുടെ പോക്കറ്റിലേക്ക് പൈസ കൈപ്പറ്റാനുള്ള മാർഗമായിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നത്. അർഹമായ അംഗങ്ങളിലേക്ക് അതെത്തണ്ടേ അല്ലേ? ഇപ്പോൾ വൈകല്യമുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഓരോ ഓഫീസുകളും കയറി ഇറങ്ങാൻ എങ്ങനെ സമയം കിട്ടുക? കാരണം ആ കുട്ടികളാരും നോക്കും? ആ ഉമ്മമാർക്ക് ആ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണ്ടേ? അവിടെയുള്ള ഭർത്താവിനെ നോക്കണ്ടേ? മറ്റു മക്കൾ, വൈകല്യം ഇല്ലാത്ത കുട്ടികൾ ആ വീട്ടിലുണ്ടാവുമല്ലോ, അവരെ നോക്കണ്ടേ? അവിടെയൊക്കെ നമ്മൾ നമ്മുടെ കണ്ണ് തുറക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ആ ഉമ്മ എന്തെല്ലാം കാര്യങ്ങൾ മാനേജ് ചെയ്തിട്ടാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നത്? ആ വീടിൻ്റെ സംരക്ഷണം, കുട്ടികളുടെ സംരക്ഷണം, മറ്റ് ബുദ്ധിയുള്ള കുട്ടികളുടെ സംരക്ഷണം, അവരുടെ പാരൻറ്റിങ്, ആ വീട് വൃത്തിയാക്കൽ, ആ പരിസരം വൃത്തിയാക്കൽ, അവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യൽ, ഇതൊക്കെ അവരുടെ ബാധ്യതയല്ലേ? ഇതൊക്കെ അവരുടെ ഉത്തരവാദിത്തമല്ലേ? ഇതിൻ്റെ നടുവിലാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അവരോട് സ്നേഹത്തോടു കൂടി സഹാനുഭൂതിയോടു കൂടി സംസാരിക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ നമ്മൾക്ക് എന്ത് മനുഷ്യത്വം ഉള്ളത്? ഒരിക്കൽ മലപ്പുറത്ത് ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു റാലിയും അതുപോലെ തന്നെ ഒരു ധർണയും മലപ്പുറം കളക്ട്രേറ്റിൻ്റെ ഭാഗത്ത് സംഘടിപ്പിക്കുകയുണ്ടായി. അന്ന് അഡ്വക്കേറ്റ് പൗരൻ ഈ വിഷയങ്ങൾ വളരെ കൃത്യമായിട്ട് അവിടെ വെച്ച് സംസാരിച്ചത് ഞാൻ ഓർക്കുകയാണ്. സത്യത്തിൽ അവരുടെ വീട്ടിലേക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. കാരണം ഇത് ചോദിച്ചു വരാൻ ഇവർക്കോ കുട്ടികൾക്കോ രക്ഷിതാക്കൾക്കോ സാധിക്കില്ല. എനിക്കറിയാം, ഒരു വരുമാനമില്ലാത്ത ഒരുപാട് രക്ഷിതാക്കളുണ്ട്. പരിവട്ടത്തിലും പട്ടിണിയിലുമാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ ഇവിടൊക്കെ നമ്മുടെ കണ്ണ് തുറക്കണം. മതപ്രവർത്തനം എന്ന് പറയുന്നത് അതുകൂടിയാണ്. ഭിന്നശേഷിക്കാരുടെ പുനരധിവാസത്തിന് വേണ്ടി ശബ്ദിക്കേണ്ട സമയം
അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് പരിഹാരം കണ്ടെത്താനുള്ള ആ ഒരു ഉത്സാഹം കൂടി നമ്മുടെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഓക്കെ. സാർ, ഇപ്പോൾ നേരത്തെ നമ്മൾ ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ADHD പോലെയുള്ള ഇങ്ങനെയുള്ള രോഗങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും നമുക്കിവിടെ പറയാൻ പറ്റുമോ? നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. അതെ. അതായത് ഉം. നമുക്ക് ഇന്ന് ഇത്തരം രംഗങ്ങളിൽ മികവ് പുലർത്തുന്ന എക്സ്പേർട്ടൈസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഈ മേഖലയിലുണ്ട്. ഉം. ഒന്ന് ആ ഡോക്ടേഴ്സുമായിട്ടുള്ള ഒരു സിറ്റിങ്, ഉം. അതുപോലെ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സൈക്കോളജിസ്റ്റുകൾ, കൗൺസിലർമാർ, ഇതൊക്കെ ക്ഷമയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരു സഡൻ ബ്രേക്ക് ഇട്ട മാതിരി ഒരു സഡൻ ചേഞ്ച്, സഡൻ റീഹാബിലിറ്റേഷൻ ഒരിക്കലും സംഭവിക്കില്ല. നല്ല ക്ഷമയോടുകൂടി ഡീൽ ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഒരു ഉദാഹരണം, സ്പീച്ച് തെറാപ്പി. സ്പീച്ച് തെറാപ്പിക്ക് വേണ്ടിയിട്ട് പല സിറ്റിങ് പോയാൽ മാത്രമേ ആ സ്പീച്ച് ശരിയാവുള്ളൂ. അപ്പോൾ അതൊരു പരീക്ഷണമാണ്. അപ്പോൾ ഫിസിയോതെറാപ്പി ആണെങ്കിലും സ്പീച്ച് തെറാപ്പി ആണെങ്കിലും ഒക്യുപ്പേഷണൽ തെറാപ്പി ആണെങ്കിലും ഒക്കെ അതിനൊക്കെ സമയം ആവശ്യമുണ്ട്. അപ്പോൾ അതൊരു വലിയ പരീക്ഷണമാണ്. ഞാൻ ഈ ചോദ്യം ചോദിച്ച് ബോധപൂർവമാണ് സാർ, ആ. നിങ്ങളുടെ അടുത്ത് ഈ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഞാനിത് പറഞ്ഞത് മുമ്പ് ഇതേപോലെ ഒരു കുട്ടി ഹൈപ്പർ ആക്ടിവിറ്റി ആണ്, അതിപ്പോൾ ഇവന് ഇതേപോലെ തെറാപ്പിക്ക് കൊണ്ടുപോകണമെന്നാണ്. ഉടനെ ഒരു 2-3 ആഴ്ച തെറാപ്പിക്ക് ആഴ്ചയിൽ 3 ദിവസമാണ് തെറാപ്പി. ആ 3 ആഴ്ച 4 ആഴ്ച കൊണ്ടുപോയിട്ട് ആ മദർ വന്നിട്ട് പറഞ്ഞു, എന്തിനാണ് വെറുതെ കുറേ ക്യാഷ് കളയാന്നല്ലാതെ ഒരു ഫലവും ഇല്ല, അതുകൊണ്ട് ഞാനിനി പോണില്ല. അപ്പോൾ ഞാൻ ആ ഉമ്മയോട് പറഞ്ഞ കാര്യം, നിങ്ങൾ സാധാരണ ഏതെങ്കിലും തലവേദനക്കോ പനിക്കോ കുടിക്കുന്നൊരു മരുന്ന് പോലെ, ഒരു മെഡിസിൻ പോലെ, ഒരു ഗുളിക പോലെയല്ല ഇത്. നിരന്തരം ചിലപ്പോൾ വർഷങ്ങൾ നിങ്ങൾ കൊണ്ടുപോയെങ്കിലേ അതിൻ്റെ റിസൾട്ട് നമ്മുടെ മക്കൾക്ക് ഉണ്ടാവുള്ളൂ. നിങ്ങൾ പറഞ്ഞ പോലെ ആദ്യം ഒരു പേഷ്യൻസിയാണ്, അഥവാ ക്ഷമയാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് ആ ഉമ്മയോട് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ, നിങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഈ തെറാപ്പിസ്റ്റിനോട് ചോദിക്കണം. വീട്ടിൽ നിന്നും ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കാര്യം, തെറാപ്പിയിൽ ആഴ്ചയിൽ 3 ദിവസങ്ങൾ കൊണ്ടുപോകുന്നു, വാട്ട്സ് ദ നെക്സ്റ്റ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു, അടുത്ത വീട്ടിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുന്നു? പലപ്പോഴും തെറാപ്പിസ്റ്റുകളെക്കാൾ കൂടുതൽ ഉത്തരവാദിത്തം ഇവിടെ രക്ഷിതാക്കൾക്കുണ്ട്, ഉമ്മമാർക്കുണ്ട് എന്നുള്ളതാണ്. വീട്ടിൽ നിന്നും നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ഇപ്പോൾ സ്പീച്ച് തെറാപ്പി പോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചില വാക്കുകളും ചില കാര്യങ്ങൾ, അതുപോലെ നാവുമായിട്ടുള്ള ചില എക്സസൈസുകൾ ആ തെറാപ്പിക്ക് പോകുന്ന 1 മണിക്കൂറായിരിക്കും നമ്മുടെ കിട്ടുന്നത്. പക്ഷെ ബാക്കിയുള്ള സമയങ്ങൾ എന്ത് ചെയ്യണം? വീട്ടിൽ നിന്നും പരിശീലിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മെമ്മറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ട്രിക്കുകൾ കുട്ടികളെ കൊണ്ട് ബോധപൂർവ്വം ചില കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അത് ഐ ഹാൻഡ് കോർഡിനേഷന്, ആ അതുപോലെ ലെഫ്റ്റ് ഹാൻഡ്, റൈറ്റ് ഹാൻഡ്. ഇപ്പോൾ നമ്മൾ ശരിക്കും അറിയേണ്ട ഒരു സംഗതി, നമ്മൾക്ക് 2 ബ്രെയിൻ ഉണ്ടല്ലോ. അതെ. ലെഫ്റ്റ് ബ്രെയിനുണ്ട്, റൈറ്റ് Right. ബ്രെയിനുണ്ട്. സത്യത്തിൽ നമ്മൾ ചെയ്യുന്ന കുറേ മാനുവൽ വർക്കുകൾ, കൈകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സംയോജിതമാണ്. ഒരു ഉദാഹരണം, തുടക്കുക, അടിച്ചു വാരുക, അമ്മിമേൽ അരക്കുക ഒക്കെ നോക്കുകൊണ്ട് വസ്ത്രം പിയ്യുക, ഇവിടെയൊക്കെ അതായത് 2 കൈയും വർക്ക് ചെയ്യേണ്ട കുറേ പ്രവർത്തനങ്ങൾ ഉണ്ട്. അങ്ങനെ നമ്മൾ പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ് നമ്മുടെ ബ്രെയിനിൻ്റെ ഗ്രോത്ത് സൂപ്പറാവുക. അപ്പോൾ ഇത്തരം കുട്ടികൾക്ക്, വൈകല്യമുള്ള കുട്ടികൾക്കാണെങ്കിലും ബുദ്ധിപരമായി പിന്നിലുള്ള കുട്ടികൾക്കാണെങ്കിലും പഠന പിന്നോക്കാവസ്ഥയുള്ള കുട്ടികൾക്കാണെങ്കിലും അവിടെയൊക്കെയുള്ള എക്സസൈസുകളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ വരുന്നുണ്ട്. അത് വളരെ ശാസ്ത്രീയമായി ഡിസൈൻ ചെയ്തതാണ്. അതാണ് ഇത്തരം ആളുകൾ ഓരോ കോച്ചിങ്ങിലും നമുക്ക് പറഞ്ഞു തരിക. അപ്പോൾ അത് ശ്രദ്ധയോടുകൂടി കേട്ടതിന് ശേഷം അത് ഇംപ്ലിമെൻ്റ് ചെയ്യണം. ഇപ്പോൾ ചിലവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏത് കാര്യവും പെട്ടെന്ന് റിസൾട്ട് വേണം. സഡൻ ആ, റിസൾട്ട്. സഡൻ റിസൾട്ട് വേണം. ഇപ്പോൾ എനിക്കറിയാം, മാനസ് ഗംഗോത്രി മൈസൂരിൽ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനമാണ്. അവിടെ വർഷങ്ങളോളം മാസങ്ങളോളം നിന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. അപ്പോൾ സ്പീച്ച് തെറാപ്പി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മയും ഉപ്പയും അവിടെ റൂമെടുത്ത് വീടെടുത്ത് കൂടുകയാണ്. എന്നിട്ട് ഡെയിലി തെറാപ്പിക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ 6-8 മാസം നിരന്തരമായിട്ട് ആ പണി ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസയറബിൾ ചേഞ്ച് അവിടെ ഉണ്ടാവും. എനിക്കറിയാം, ഒരിക്കലും ഞാൻ ജാമിയ സലഫിയ പുളിക്കൽ ക്ലാസ് എടുക്കാൻ വേണ്ടി, അധ്യാപകരുടെ ട്രെയിനിങ് TTC സെൻറ്റർ ഉണ്ട് അവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി. ക്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു പെൺകുട്ടി എന്നോടൊരു സംശയം ചോദിച്ചു. ആ പെൺകുട്ടി ചോദിച്ച സംശയം ഇതാണ്: എനിക്കൊരു ചെറിയ കുട്ടിയുണ്ട്, ഇതുവരെ സംസാരിച്ചിട്ടില്ല, ഒന്നും ഉച്ചരിക്കില്ല. അപ്പോൾ ഞാൻ ആ മോളോട് പറഞ്ഞു, നിർബന്ധമായിട്ടും നീ യു ജസ്റ്റ് വിസിറ്റ് മാനസ് ഗംഗോത്രി ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എന്ന് പറഞ്ഞു. അവരത് സീരിയസ് ആയി ഉൾക്കൊണ്ടിട്ട് മോളയുമായിട്ട് ആ സ്പീച്ച് സെൻറ്ററിൽ പോയി. എന്നിട്ട് കുറച്ച് മാസം അവിടെ നിന്നു, തെറാപ്പിയൊക്കെ ചെയ്തു. പിന്നീട് അതേ കുട്ടി മദ്രസയിൽ ചേർക്കപ്പെട്ടു.
ആ കുട്ടികളെല്ലാം സംസാരിക്കാൻ തുടങ്ങി. അത് ഉണ്ടായ വലിയ പ്രശ്നം എന്താ വെച്ചാൽ, ഇവള് TTC പഠിക്കാൻ വേണ്ടി പോരുന്ന സമയത്ത് പ്രസവം കഴിഞ്ഞ ഉടനെയൊക്കെ തന്നെ ഈ കുട്ടി വല്യമ്മയുടെ കൂടെയാണ്. വല്യമ്മയിൽ നിന്ന് വളരെ കുറഞ്ഞ സംസാരങ്ങൾ മാത്രമേ ഈ കുട്ടിക്ക് കിട്ടുള്ളൂ. കുട്ടി സംസാരം കേട്ടാൽ മാത്രമേ കുട്ടി സംസാരിക്കുള്ളൂ. ഇത് പല ഉമ്മമാർക്കും അറിയില്ല. പണ്ടൊക്കെ ന്യൂക്ലിയർ ഫാമിലിയിലല്ല നമ്മൾ ജീവിച്ചത്. കുടുംബത്തിലുള്ള പല അംഗങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. ഇന്ന് ഫ്ലാറ്റ് ജീവിതമാണ് അധികവും. ഗൾഫിലൊക്കെയുള്ള പ്രവാസികൾക്ക് സംഭവിക്കുന്ന വലിയൊരു അബദ്ധം, കുട്ടിയോട് സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല. എന്നിട്ട് സ്വാഭാവികമായിട്ട് ഈ കുട്ടിയുടെ സ്പീച്ച് ഡിലേ ആവും. അപ്പോൾ ഡിലേ ആവാനുള്ള റീസൺ എന്താണ്? കുട്ടി സംസാരം കേൾക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആങ്ഷ്യസ് ആണ്. കുട്ടി സംസാരിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആകെ ബേജാറാവുന്നു. കൊടുക്കേണ്ട കൊടുത്താലേ കുട്ടി സംസാരിക്കുള്ളൂ, കിട്ടേണ്ട കിട്ടിയാലേ സംസാരിക്കുള്ളൂ. ഇതേ അവസ്ഥ എല്ലാവർക്കും ഉണ്ട്. അപ്പം നമ്മുടെ ഭാഗത്തുള്ള തകരാറ് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടാണ് മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ പോവേണ്ടത്. ഈ ഒരു ചോദ്യവും അതുമായി ബന്ധപ്പെട്ട ഉത്തരവും അതുമായി ബന്ധപ്പെട്ട് മൊത്തത്തിൽ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഏതായിരുന്നാലും ഈ ADHD അതുപോലെ OCD ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് അതിന് വേണ്ട പരിചരണവും ശ്രദ്ധയുമാണ് കൂടുതൽ, ചികിത്സയേക്കാൾ കൂടുതൽ വേണ്ടത് എന്ന് കൂടി പറയാണ്. അള്ളാഹു ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി മുന്നോട്ട് പോകാൻ നമ്മളൊക്കെ സഹായിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ ഖൈറും ബർക്കത്തും അള്ളാഹു ചൊരിയുമാറാവട്ടെ. പീസ് റേഡിയോ നിങ്ങളുടെ പ്രാർത്ഥനയിൽ വേണമെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. ഇതുപോലെയുള്ള പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളുമാണ് നമ്മൾ സ്നേഹക്കൂടിലൂടെ നൽകുന്നത്. ഈ കാര്യത്തിലും നമുക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയ ബഹുമാന്യനായ സാറിനുള്ള ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മളൊക്കെ വേണം എന്ന് പറഞ്ഞ് കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.